നീ മിണ്ടരുത്. പിന്നെ നമ്മളെന്താ ചെയ്ത അടിമയാണോ? ഇതുപോലെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയേ നമുക്ക്. ഇത്രയും വർഷങ്ങളായിട്ട് ഈ പോലീസ് ഇപ്പോഴും നമ്മളെ അടിച്ചമർത്തി. മനുഷ്യന് ഒരു കുടുംബമായിട്ട് കഴിയുന്ന ഒരാളല്ലേ, ഒരച്ഛനല്ലേ, അല്ലെ രണ്ട് മക്കളെ മുമ്പ് വെച്ചാണോ, അല്ലെ ഭാര്യയുടെ മുമ്പ് വെച്ചാണോ ഇത്രയും വലിയ മോശപ്പെട്ട ഒരു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റെന്താ? ഞാൻ ആരെങ്കിലും കൊന്നോ? അതല്ലാതെ പിടിച്ചു പറിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ കൊലപാതകം ചെയ്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയില് 3 പേരെ കൊന്നവരെ ചേർത്ത് നിർത്തി ബിരിയാണിയും മേടിച്ചു കൊടുത്തുകൊണ്ട് പോകുന്ന സീൻ നമ്മൾ കണ്ടതാണ്. നമസ്കാരം, തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം. ജനമൈത്രി പോലീസൊക്കെയുള്ള നാടാണ് നമ്മുടേത്. എന്നാൽ പോലീസുകാർക്ക് ജനങ്ങളോട് അങ്ങനെ ഒരു മൈത്രി ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവം. കൊല്ലം ജില്ലയിലെ പള്ളിമൺ സ്വദേശിയായ അജിക്കാണ് ഇങ്ങനെയൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. കണ്ണനല്ലൂർ പോലീസ് പരിധിയിലാണ് അജി താമസിക്കുന്നത്. എന്നാൽ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലെ CI അനൂപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മതിൽ ചാടിക്കടന്ന് വീട്ടിൽ കയറി ബലാത്കാരമായി അജിയെ പിടിച്ചുകൊണ്ടുപോകുന്നത്. അറസ്റ്റ് വാറണ്ട് പോലും ഇല്ലാതെയാണ് ഈ പോലീസുകാർ വീട്ടിലെത്തിയത്. വനിതാ പോലീസും കൂടെ ഉണ്ടായിരുന്നില്ല. തനിക്ക് അടിവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ധരിക്കാനാണ് പോലീസുകാർ ആവശ്യപ്പെട്ടതെന്നും അജി പറയുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷമാണ് ഇദ്ദേഹത്തിനെതിരെ കേസുകൾ നിലവിലില്ലെന്ന് മനസ്സിലാകുന്നത്. സ്റ്റേഷനിലെത്തി ദാഹിക്കുന്നത് കൊണ്ട് വെള്ളം ചോദിച്ചപ്പോൾ മൂത്രമൊഴിച്ചു കുടിക്കാനും പോലീസുകാർ പറഞ്ഞെന്നും ഫോൺ വിളിക്കാനും ആദ്യം അനുവദിച്ചില്ലെന്നും അജി വ്യക്തമാക്കി. ഞാൻ കണ്ണനല്ലൂര് സ്റ്റേഷൻ അതിർത്തിയിലാണ് താമസിക്കുന്നതെങ്കിലും വന്നത് ചാത്തന്നൂരിന്റെ പോലീസാണ് എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയത്. അപ്പൊ രാത്രിയിൽ ഒരു 12 മണിയായി. ഞങ്ങളെല്ലാം കിടന്നു. മോളും പഠിച്ചോണ്ടിരുന്നത് വായിച്ചോണ്ടിരുന്നത്. വൈഫ് ഉറങ്ങില്ലായിരുന്നു. ഞാൻ കിടന്നെന്ന് മയങ്ങിയപ്പോഴാണ് മതില് ചാടി പോലീസ് അകത്ത് കടക്കുന്നത്. അകത്തെത്തിയിട്ട് മതില് ചാടി അകത്തെത്തിയിട്ട് ബെല്ലടിച്ചപ്പോ വൈഫ്, മോളാണ് ആദ്യം നോക്കുന്നത്. ആരാണെന്ന് നോക്കുന്നത് ജനലിലൂടെ നോക്കിയത്. വെട്ടമില്ല, കാണുന്നില്ല, ആരോ നടക്കുന്നുണ്ടെന്ന് തോന്നി. അപ്പോൾ തന്നെ പുറത്ത് ലൈറ്റ് പുറത്ത് നിന്നവർ ഇട്ടിട്ടുണ്ട്. അപ്പൊ നോക്കിയപ്പോൾ പോലീസിനെ ഞാൻ കാണുന്നത് വെട്ടത്തിൽ. അപ്പൊ അമ്മ പോലീസാണെന്ന് പറയുന്നു. ഈ പോലീസ് രാത്രി പോലീസൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവള് ജനലിൽ കൂടെ നോക്കിയിട്ട് ജനൽ തുറന്ന് എന്താ ആരാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജനലിലും കഥയിലും പടപട ശക്തമായ അടിയാണ്. തുറക്കടാ. അപ്പൊ ഇവർക്ക് കാണാം വെട്ടത്തിലിരിക്കുന്നത്. വെട്ടത്തിൽ അകത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പൊ തുറക്കാൻ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി ഡോറിലടിക്കുന്നു. ഈ പെൺകുട്ടി കൊച്ചും ഈ വൈഫും വരണ്ടു പോയി. അപ്പം ജനൽ പറഞ്ഞിട്ട് സാറേ എന്താ കാര്യം, രാത്രിയിൽ എന്താ സാറേ എന്ന് ചോദിച്ചപ്പോൾ അജിയുടെ വീടല്ലേ, നീ ഡോറ് തുറക്കാൻ പറഞ്ഞു. എന്താ കാര്യം, നീ ഡോറ് തുറക്കാന്ന് പറഞ്ഞ് ഇയാൾ ആക്രോശിച്ച് ജനലിലും കഥയിലും പടപട അടിച്ചപ്പോഴത്തേ ഇവര് ഒരു പാളിയുടെ 2 കുറ്റി എടുക്കുന്നതിന് മുമ്പ് തന്നെ ചവിട്ടി തുറന്ന് അകത്ത് കയറി. ഡോർ അതിന്റെ ഇതൊക്കെ പൊട്ടിച്ചുകൊണ്ട് അകത്ത് കയറുന്നു. പെട്ടെന്ന് മോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ പോലീസ് എന്ന് പറഞ്ഞ് ഞാൻ കിടക്കുന്ന കട്ടിലാന്ന് എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ ഉറക്കത്തില്ല. പെട്ടെന്ന് എന്താ മോളെന്ന് വെച്ചാൽ പോലീസ് എന്ന് പറയുന്നത്. പോലീസും അപ്പം പോലീസ് എൻ്റെ മുമ്പിലുണ്ട്. എന്നെ വിളിച്ചു നീക്കടാ എന്ന് പറഞ്ഞ് എന്നെ പൊക്കി എടുക്കുന്നു, വലിച്ചഴക്കുന്നു. വേറെടാന്ന് പറഞ്ഞു, നീ ഇവിടെ വന്ന് കിടക്കുന്നു, നീ നിന്നെ ഇന്നിപ്പോ റിമാൻഡ് ചെയ്യും, നീ കേസിൽ പ്രതിയായിട്ട് ഇവിടെ കോടതി ഹാജരാ, ഇവിടെ കിടക്കുന്നു. അവിടെ ഇയാൾ എന്നെ അങ്ങ് ഷൗട്ട് ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ ഒച്ചയുടെ നില വിളിക്കുന്നു, മോള് കാര്യം ഭാര്യ നില വിളിക്കുന്നു. നിങ്ങൾ എന്തോ കാണിക്കുന്നു, എന്തോ കാര്യം പറ. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയൂ, എന്താ കേസ്, എന്റെ ഭാഗത്തുള്ള കേസ് എന്താ? എനിക്ക് കേസൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നിന്റെ കേസില്ലേ, ഞാൻ എന്റെ ഇരിക്കുന്നതിന് എന്ത് പറയാന്ന് വെച്ചിട്ടുണ്ട്. ഇയാള് നിന്റെ വാറണ്ട് എനിക്ക് എന്റെ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇയാള് ബഹളം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സ് എടുക്കാം, ഞാൻ ഒരു കയ്യിൽ എടുത്തുള്ളൂ, എനിക്ക് ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞാൽ നിന്നെ ഈ വേട്ടത്തിൽ ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞാണ്. പിടിവലി കാണുമ്പോൾ മാഡത്തിന് മനസ്സിലാവും അതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എന്നെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ മാനസികമായി ശാരീരികം വേദനിപ്പിക്കുക, കുട്ടികളെ മനസ്സിന് വിഷമം തോന്നുക, അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് എന്നെ അവിടെ നിന്ന് അടിച്ചടിച്ച് കൊണ്ടുവന്നത്. വസ്ത്രം പോലും മാറാൻ പറ്റാതെ, വെള്ളം പോലും കുടിക്കാൻ പറ്റിയ എടുത്ത് ജാറിൽ വെച്ച് വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ട് ആ വെള്ളം വൈഫ് കൊണ്ടുവന്നിട്ട് കുടിക്കാൻ പോലും അയാൾ അവസരം തരാതെ പിടിച്ചു വെച്ചിട്ട് മാറ്റി എന്നെ വലിച്ചടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ജീപ്പിനകത്ത് കയറ്റി. അപ്പോഴും ഞാൻ പറയും സാറേ, പണ്ട് 2013 ഒരു ചെറിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലവിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ എന്റെ പേരിൽ കേസ് ഇല്ല സാറേ, അത് കഴിഞ്ഞതാണ്. അതല്ല ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇയാളെ ഞാൻ പറയും സാർ ആ കേസ് നമ്പർ വെച്ച് നമുക്ക് എന്തായാലും ഇതെല്ലാം ഇത്രയും സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ സാർ, അതൊന്ന് കൺഫേം ചെയ്യൂ. നമ്പർ CC നമ്പർ ഇട്ട് നമ്മളൊന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ നമ്പർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു നീ എന്നെ പഠിപ്പിക്കേണ്ടതാന്ന് പറഞ്ഞ ഇയാൾ എൻ്റെ അടുത്ത് പിന്നെ കുതിരിക്കൊണ്ട് വരുവാണ്. അവിടെ തന്നെ 1 മണിക്കൂറോളം യാത്ര പല വഴിയൊക്കെ പോയിട്ടാണ് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നത്. വേറൊരു കക്ഷി ആരെയും പ്രതി എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് 2-3 പേര് ഇറങ്ങി പോകുമ്പോൾ 2 പോലീസുകാർ ഇരിക്കുമ്പോഴും ഞാൻ പറയുന്നു നിങ്ങളെങ്കിലും
ഇതൊന്ന് നോക്ക്, ഇതിന്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്ക്, എന്നിട്ട് എനിക്കുള്ള കേസാണോ, ആണെങ്കിൽ എന്താണ് സ്റ്റാറ്റസ്, മറ്റേ കേസാണെങ്കിൽ തീർന്നതാണ്, നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നതോട് കുഴപ്പമില്ല. അയാൾ നോക്കിയിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിപ്പോയി. ഇവർ തമ്മിൽ സംസാരിച്ച് പുറത്തിറങ്ങി സി എടുത്ത് പോയി സംസാരിച്ചപ്പോൾ പിന്നെ സി എടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. അപ്പൊ തിരിച്ചു വന്ന് വണ്ടി കയറിയിട്ട് ഞാൻ സാറേ നിങ്ങൾ സ്റ്റാറ്റസ് നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മ വേണ്ട എന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും ഞാൻ ഇരിക്കാം, ഇല്ലെങ്കിൽ എന്നെ ഇവിടെ തന്നെ ഇറക്കിയിട്ട് നടന്നു പോയിക്കോളാം, അതുപോലെ എന്നെ വീട്ടിലാക്കി, എന്റെ കുഞ്ഞ് കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്, ശ്വാസം പിടിച്ച് കരയുന്നതാ. അപ്പൊ എന്തെങ്കിലും വന്നു പോയാൽ രാത്രി ആരുമില്ല അവളെ സഹായിക്കാൻ, എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്കൊന്ന് ഫോൺ തന്നാലും മതി, എനിക്കൊന്ന് കുഞ്ഞിനെ ഒന്ന് വിളിക്കണം, വീട്ടിലെ വിളിക്കണം പറഞ്ഞിട്ടും അവർ ഫോൺ തന്നിട്ടില്ല. എനിക്ക് ഫോൺ തരാം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവർക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ കുറെ ബുദ്ധിമുട്ട് അവരുടെ ഇടയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഇവർക്ക് എന്തോ പന്തികേട് സംഭവിച്ചതുപോലെ എനിക്ക് ബോധ്യമായി. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു സാർ എനിക്കൊന്ന് ഫോൺ തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഫോൺ എൻ്റെ അടുത്ത് പറയാണ് അതാണ്ട് ഇവിടെ ഒരു ലാൻഡ് നമ്പർ ഇപ്പോൾ അത് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അത് ഡെഡായിരിക്കുന്ന ഒരു ഫോണാണ്, എന്നെ കളിയാക്കാനായിട്ടാണ് ആ ഫോൺ എടുത്ത് നമ്മൾ. ഞാനത് നോക്കുമ്പം ഡയൽ ടൂൺ പോലും ഇല്ലാതിരിക്കുന്ന ഫോണാണ്. അപ്പോൾ ആ ഡയൽ ടൂൺ ഇല്ലാത്ത ഫോണിലൂടെ ഞാൻ എങ്ങനെ വിളിക്കുന്നത് സാർ, ഇതിനകത്ത് ചത്തിരിക്കുന്ന ഫോണിലെ ഈ ഫോണിൽ വർക്കിംഗ് അല്ല എന്ന് പറയുമ്പോഴും പിന്നെ അവര് എന്നെ കളിയാക്കുക ചെയ്ത രണ്ടുപേരോട് പരിഹസിക്കുന്നവർ. അതും കഴിഞ്ഞ് അടുത്ത ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾക്ക് മക്കളൊക്കെ ഉള്ളതിൽ എനിക്ക് എന്റെ മോളെ എന്ന് വിളിക്കാനെന്ന് പറഞ്ഞിട്ടും നീ അവിടെ ഇടാന്ന് പറഞ്ഞ് എന്നെ വരട്ടി അവിടെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് എനിക്ക് പരദാഹം നാക്ക് വഴിയൊന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഡയബറ്റീസ് പേഷ്യൻ്റാണ്, എനിക്ക് മരുന്ന് കഴിച്ചതേ ഉള്ളൂ, എനിക്ക് വെള്ളം കുടിക്കണം, ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടത്തെ വെള്ളമൊന്നും എടുക്കാനില്ല എന്ന് അയാൾ പറയുമ്പോൾ ഞാൻ കരുതി ഒരു വനിതാ കോൺസ്റ്റബിൾ ഇരിക്കുന്നത് അവർക്ക് ഒരു മനുഷ്യത്വം കാണാൻ ഞാൻ ഇത്തിരി വെള്ളം തരും, എനിക്ക് ദാഹിക്കുന്നു, എന്റെ ശരീരമല്ലാതെ ഇരുന്ന് എനിക്ക് വെള്ളം വേണമെന്ന് പറയുമ്പോൾ അതുപോലെ അവിടെ വെള്ളം എടുത്ത് കുടിയെന്നും പറഞ്ഞ് കൈ കൊണ്ടി കാണിച്ച് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു ചെന്നിട്ട് ഇവരെന്റെ അടുത്ത് വന്ന് എന്നുവെച്ചാൽ എവിടെ വേണം അതുകൊണ്ട് അപ്പൊ ഒരു ജാറ് ഇരിപ്പുണ്ട്, കാലി ജാറ് കമഴ്ത്തി വെച്ചിട്ടുണ്ട്, അടിയിൽ ആ ചെറിയ ജാറിനകത്ത് കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ അടിയിലൊരു ശകലം വറ്റിയ വെള്ളം ഇരിപ്പുണ്ട്. നമ്മുടെ ഇതിൽ വെള്ളം ഇല്ല മാഡം എന്ന് പറഞ്ഞു. അത് ഉള്ളത് നീ കുടിച്ചാൽ മതി, അത് ചരിക്കുമ്പോൾ അതിനകത്ത് വെള്ളം കാണുമായിരിക്കും നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 കവള് വെള്ളം പോലും ഇല്ല, നനയാനുള്ള വെള്ളമേ കിട്ടിയുള്ളൂ. അത് ആ വെള്ളം ഞാൻ ചരിച്ചൊഴിച്ചാൽ ലാസ്റ്റ് ആ വെള്ളം ഞാൻ കുടിച്ചിട്ട് വന്നപ്പോൾ ഞാൻ പറയും അതെ ഇത്തിരി വെള്ളം കിട്ടുമെങ്കിൽ ഒന്ന് ഉപകാരമായിരുന്നു പറയുമ്പോൾ അവർ പറഞ്ഞത് അത് എന്നോട് പറയല്ല, അവർ പുറകെ തിരിഞ്ഞ് നടന്നിട്ട് സംസാരിച്ച് സ്വയം പറയാണ് ഇനി നീ എടുത്ത് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ നടന്നു പോവാണ്. ഞാനവിടെ അവിടെ ഇരുന്ന ഡ്യൂട്ടിയിലുണ്ട് പോലീസുകാരോട് ഈ കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഇദ്ദേഹം ഈ മാഡം ഇതാണ് പറഞ്ഞു, ഇങ്ങനെയാണ് എന്നോട് പറയുന്നത് പറയുന്നത്. നീ കളടാ, പോലീസ് അവര് പ്രായം ചെന്നൊരു സ്ത്രീയല്ലേ, അവര് അങ്ങനെ പറയുന്ന കാര്യമാക്കണ്ട എന്ന് വരെ പറയുന്ന ഒരു സംവിധാനമാണ് നമ്മളെ പോലീസിന് ഇന്നലെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്റെ കുഞ്ഞുങ്ങളെ വിളിക്കാൻ ഒന്നും സമ്മതിച്ചില്ല. പക്ഷെ എന്തോ അദ്ദേഹത്തിന് ഒരു മനുഷ്യത്വം തോന്നിയിട്ടുണ്ടാവാൻ ചെയ്തി നമ്പർ പറയാന്ന് പറഞ്ഞ മോളെ വിളിച്ചു. ഞാൻ പറയും മോളെ വിഷമിക്കണ്ട, ഞാൻ ഇന്നടത്തുണ്ട്. കാരണം എന്റെ പോലീസ് സ്റ്റേഷൻ കണ്ണാലൊരു പരിധിയാണ്, എന്നെ കൊണ്ടുപോയിക്കുന്ന ഏത് സ്റ്റേഷനാണെന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയണമെന്നില്ല. ആരെങ്കിലും വരണമെങ്കിൽ എവിടെ പോകും. എന്നിട്ടും പലരും കണ്ണാലൂർ പോലീസ് സ്റ്റേഷനിലോട്ടാണ് വിളിക്കുന്നത്, കാരണം അവർക്ക് അവിടെ ഒരു പ്രതി ചെന്നിട്ടില്ല. അപ്പം ഇതുപോലും ആ സ്റ്റേഷൻ ഏതാണെന്ന് പോലും ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ അത് നമ്മളെ അതിലൊന്ന് ബോധ്യപ്പെടുത്തുക, കേസ് എന്താണെന്ന് ചോദിക്കുക, അതിന് മറുപടി ഇതൊന്നും ചെയ്യാതെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് എന്റെ മക്കളെ ഭാര്യയെയും കൂടെ ഏതോ ഒരു കൊല്ല കേസിലെ പ്രതിയെ പിടികിട്ടാ പുള്ളിയെ രാത്രി വീട് കവർ ചെയ്ത് ഓടിച്ചിട്ട് പിടിച്ചിട്ട് വലിച്ചഴിച്ചുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഒരു ഫോൺ കോൾ ചെയ്താൽ ചെല്ലും, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരു ക്രിമിനൽ കേസിലെ ഒരു പ്രതിയോ ഒരു മോശമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാളല്ല, മാന്യമായ കുടുംബജീവിതം എനിക്ക് 2 കുഞ്ഞുങ്ങളായിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം എന്റെ വീട്ടിൽ ഈ അസമയത്ത് വന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. രാത്രി 2 മണിക്കോ 1 മണിക്കോ 12 മണിക്കോ എപ്പോഴോ വന്നിട്ടും പുള്ളി എന്റെ അടുത്ത് മര്യാദയായിട്ട് സംസാരിച്ച് എന്റെ കുടുംബത്തിൽ നിന്ന് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഇയാളെ കൊണ്ടുപോകണം, നിങ്ങൾ പേടിക്കണ്ട, രാവിലെ സ്റ്റേഷനോട്ട് വന്നാൽ മതി. അത് അങ്ങനെയൊക്കെ എന്തെങ്കിലും നല്ല ഭാഷ പറഞ്ഞിട്ട് ഇയാൾ എന്നെ കൊണ്ട് റിമാൻഡ് ചെയ്താലേ എനിക്ക് പരാതിയില്ല. കാരണം ഞാൻ പ്രതിയാണ്, ഞാൻ ചെയ്ത തെറ്റുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിലൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല. പോലീസ് വന്നോട്ടെ, അവരുടെ ഡ്യൂട്ടി ചെയ്തോട്ടെ. പക്ഷെ ഈ കാണിച്ചു കൂട്ടിയ ഭയാനമായ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് എന്ത് നേടാനാണ് ഇദ്ദേഹം അന്ന് അവിടെ കാട്ടിക്കൂട്ടി ഇത്രയും ഈ കുഞ്ഞുങ്ങളെയും ഈ കുടുംബത്തെയും ഇത്രയും അപകീർത്തിപ്പെടുത്തി ലോകം മൊത്തം എന്നെ മാനം കെടുത്തുന്ന രീതിയിലേക്ക് ഈ ഇത്രയും മോശപ്പെട്ട ഒരു അന്തരീക്ഷത്തിലേക്ക് കൂടെ കൊണ്ടുപോകേണ്ട വല്ല കാര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് എന്തായാലും പൂർവ്വയിലേക്കുണ്ട്. എനിക്ക് പുള്ളിയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല, കാരണം എന്റെ സ്റ്റേഷനല്ല, ഞാൻ പുള്ളിയെ അങ്ങനെ കണ്ടിട്ടുകൂടിയുള്ള ആളല്ല. അദ്ദേഹം പറയുന്നത് ഇവിടെ 4 കിലോമീറ്റർ അകലെയാണ് താമസം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇദ്ദേഹത്തെ അങ്ങനെയൊന്നും പരിചയമൊന്നുമില്ല. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ഒന്നും മറുപടി പറയാനില്ല. എന്നിട്ടെന്തായി, ഈ പോലീസ് വന്നിട്ട് അവസാനം ഇത് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എന്താ പറ്റിയേ, എന്നെ ഒഴിവാക്കുക എന്നുള്ളത്. പിന്നെ ഫോൺ ഇങ്ങോട്ട് തരുവാണ് വിളിച്ചിട്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക് പോയിട്ടോ എന്നുള്ള രീതിയിലായി. ഞാൻ എങ്ങനെ എന്തിനാ പോന്നെ, അത് നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ. ഞാൻ പറയും റിമാൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞല്ലേ എന്താ പറ്റി. അതിപ്പം
സംഭവം ഒന്നുമില്ല. അപ്പം ജിഡി ചേട്ടൻ അത് കേസ് ഡിസ്പോസ് ആയിട്ടല്ലേ, പിന്നെ അതുകൊണ്ട് പോവാം, കുഴപ്പമില്ല. ഞാൻ പറയും ഇതെല്ലാം ഞാൻ ആദ്യം തൊട്ട് പറയും, ഇത്രയും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ മോളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മാമനെ പിള്ളേരെ ചേട്ടക്കാരെ ആരെയും വിളിക്കും, മോളെ രണ്ടുപേരും ഇവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ആൾജാമ്യത്തിൽ തന്നെ വിട്ടു. അത് ഈ പറയുന്ന പോലെ എന്നിട്ടത് പോലീസ് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പിന്നെ GD ബുക്കിൽ എഴുതി വെച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു. എന്നെ ആരും ഒന്നുമില്ല, എന്നെ വെറുതെ വന്നവരെ മുമ്പിൽ രണ്ടുപേര് ആൾജാമ്യത്തിൽ പറഞ്ഞു വിടുക. കാരണം അവർക്ക് അവരെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടി രണ്ടുപേരെ വരുത്തി ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള രീതി ബോധ്യപ്പെടുത്തി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഞാൻ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉത്തരവാദിത്വമില്ല, നിങ്ങൾ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ തന്നെ അവരെ ഏൽപ്പിച്ചു വിടുന്നത്. അത്ര ഒരു മോശപ്പെട്ട ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് വരികയും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് തരാതെ അതിന് മറുപടി പറഞ്ഞ വേറൊരു രൂപത്തിൽ ഒന്ന് ഫോൺ ചെയ്യണമെന്ന്. ഇതെന്റെ എന്റെ അവകാശമാണ്. എനിക്ക് വെള്ളം വേണമെന്നുള്ളത്, എനിക്കുള്ള ദാഹിക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തരാൻ ബാധ്യസ്ഥനാണ്. എനിക്കൊരു ഫോൺ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഫോൺ തരണം, അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചാൽ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറയുന്നത് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് അച്ഛനായാലും പറയും സാറേ ഒന്ന് വിളിക്കണം, കുട്ടി ശ്വാസം പിടിച്ച് കരഞ്ഞു. അത് ഞാൻ അപ്പോൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരു പ്രകൃതമാണ്. അങ്ങനെ ആ കുട്ടി അവിടെ കഴിഞ്ഞു വീഴുകയാണെങ്കിൽ ഈ കുട്ടിയെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ഒരു മനുഷ്യരുമില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അതിനുപോലും മനുഷ്യത്വം കാണിക്കാത്ത ഏറ്റവും മോശപ്പെട്ട ഒരു മൃഗീയമായ ഒരു അന്തരീക്ഷം ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാണിച്ചത്. ഇത്രയും മോശപ്പെട്ട, വളരെ എന്താ പറയാ, ഒരു വാക്കുകളില്ല. ഒരു മാനുഷിക പരിഗണന പോലും കാണിക്കാത്ത ഒരു പെൺകുട്ടിയും സ്ത്രീയും ഒക്കെ ഉണ്ട്. മക്കളില്ല, നമുക്കെല്ലാവർക്കും മക്കളുള്ളവരാണ്. ഒരു അമ്മയുള്ള അല്ലെങ്കിൽ സ്വന്തം ഒരു മോളോടോ മോനോടോ കാണിക്കാൻ പറ്റാത്ത തോന്നിവാസങ്ങളാണ് ഇന്നലെ എന്റെ വീട്ടിൽ അവർ കാണിച്ചിട്ടുള്ളത്. ഒരു കുടുംബത്തോട് ഞാൻ ജീവിക്കുന്നവരാണ്. എന്റെ മാനസിക നില തകർത്തു, ശാരീരികമായിട്ട് വേദനിപ്പിച്ചു. ഈ ലോകം മൊത്തം എന്നെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് ഇവരെന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു കാരണവശാൽ ഇതിൽ നിന്ന് പുറകോട്ട് മാറില്ല. ഞാൻ ഇന്നലെ പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഞാനിത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. വേറൊന്നും കൊണ്ടല്ല, പോലീസ് അന്വേഷിച്ചോട്ടെ, വന്നോട്ടെ. എന്റെ വീട്ടിലായാലും രാത്രിയായാലും എനിക്ക് വിരോധമൊന്നുമില്ല, എന്നെ വിളിച്ചോണ്ട് പോകുന്നതിലും വിരോധമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് പോലീസ് മാറാൻ പാടില്ല. ഇനി ഒരു പോലീസും ഇങ്ങനെ ഒരു മോശമായ അന്തരീക്ഷത്തിൽ ഒരു വീട്ടിൽ കയറരുത്. അതിന് ഞാൻ മുന്നോട്ട് വന്നാൽ പോകും. ഇനി ഒരു വീട്ടിൽ ഇത് ഉണ്ടാവാനും പാടില്ല. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത് ഇനി ഒരിക്കലും എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റും, ജീവിതത്തിൽ മറക്കാൻ പറ്റും. എന്റെ മക്കൾ കൊച്ചുകുട്ടികളാണ്. അവർക്ക് ഇനി ജീവിതത്തിൽ എപ്പോഴായാലും പോലീസ് എന്ന് പറയുന്ന ഒരു ഭീകരമായ ഒരു കാഴ്ചയാണ്. കാരണം പോലീസിനോട് അത്രത്തോളം ഭയപ്പാടാണ്. ഇന്നിപ്പോ ജനലയിൽ വന്ന ആരോ ഒന്ന് തട്ടിയപ്പോൾ തന്നെ കുഞ്ഞ് ഞെട്ടി വിറയ്ക്കുക. കാരണം അത്രയ്ക്ക് ഭയമാണ് ഉള്ളിലുണ്ടായിരിക്കുന്നത്. ഒരു ഒച്ച ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞെട്ടി വിറയ്ക്കുകയാണ്. അപ്പൊ അത്രയും ഒരു കുഞ്ഞിന് പോലും അത്രയും ഫീല് ചെയ്ത് ഇനി ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ പോകണം, കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളതാണ് ഇനി അടുത്ത്. എന്തായാലും ഞാൻ ഇതിന്റെ മുന്നോട്ട് തന്നെ ഇറങ്ങുകയാണ്. ഇനി ഇത് പുറകോട്ട് മാറുന്ന പ്രശ്നമില്ല. എന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വൈഫും ഞാനും വൈഫും 2 കുട്ടികളാണ് എനിക്കുള്ളത്. 2 പെൺമക്കളാണ്. മോക്ക് മൂത്തവള് +2 കഴിഞ്ഞ്, രണ്ടാമത്തെ മോള് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 13 വയസ്സ്. അറസ്റ്റ് വാറണ്ട് പോലും ഇല്ലാണ്ടാണ് വന്നത് അല്ലേ? ഒന്നുമില്ല മാഡം, ഇതൊന്നുമില്ല. എന്തിന് അറസ്റ്റ് വാറന്റിന്റെ കാര്യം എന്താ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കേസിന്റെ അവർ വന്ന സമയത്ത് എന്താണ് കേസ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ പോലീസ്? ഈ പറയുന്ന നിനക്ക് വാറണ്ടുണ്ടെന്നല്ലാതെ എനിക്ക് വാറണ്ട് കാണിക്കുന്നില്ല. എന്തോ പേപ്പർ ഉണ്ടെന്ന് പറയുന്നല്ലാതെ എന്നെ അത് ബോധ്യപ്പെടുത്തുന്നില്ല. എന്നെ കേൾക്കുന്നില്ല. ഞാൻ പറയുന്ന അദ്ദേഹത്തിന് അത് കേൾക്കാൻ താല്പര്യമില്ല. ഡ്രസ്സ് ഇടാൻ സമ്മതിക്കില്ല. എന്ത് ഞാൻ പറയുന്നു അതിനെല്ലാം പുള്ളി ഖണ്ഡിക്കുകയാണ്. സാർ ഞാൻ വരാം, ഞാൻ ഡ്രസ്സ് ഇട്ടോട്ടെ, ഞാൻ വരുന്നുണ്ട്, നിങ്ങളുടെ കൂടെ വരാം, ഞാൻ ഓടുന്നില്ലല്ലോ, ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ തന്നെയല്ലേ ഉള്ളേ, ഞാൻ വരുവാണ് എന്ന് പറയുമ്പോഴും പുള്ളി എന്നെ സംസാരിക്കാൻ പറ്റത്തില്ല. നീ മിണ്ടരുത്. പിന്നെ നമ്മളെന്താ ചെയ്ത അടിമയാണ്? ഇതുപോലെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയേ നമുക്ക്. ഇത്രയും വർഷങ്ങളായിട്ട് പോലീസ് ഇപ്പോഴും നമ്മളെ അടിച്ചമർത്തി വെറും എന്താ പറയാ, ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോകാണ്. മനുഷ്യന് ഒരു കുടുംബമായിട്ട് കഴിയുന്ന ഒരാളല്ലേ, ഒരച്ഛനല്ലേ, അല്ലെ 2 മക്കളെ മുമ്പ് വെച്ചാണോ, അല്ലെ ഭാര്യയുടെ മുമ്പ് വെച്ചാണോ ഇത്രയും വലിയ മോശപ്പെട്ട ഒരു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റെന്താ? ഞാൻ ആരെങ്കിലും കൊന്നോ? അതല്ലാതെ പിടിച്ചു പറിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ കൊലപാതകം ചെയ്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയില് 3 പേരെ കൊന്നവരെ ചേർത്ത് നിർത്തി ബിരിയാണിയും മേടിച്ചു കൊടുത്തുകൊണ്ട് പോകുന്ന സീൻ നമ്മൾ കണ്ടതാണ്. എനിക്ക് പോലീസിൽ നല്ല സൗഹൃദങ്ങളുള്ളതാണ്. ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് 2-3 പോലീസുകാർ, എന്റെ സുഹൃത്തുക്കളാണ്, എന്റെ ബന്ധുക്കളുണ്ട്. അപ്പൊ ഇവരെയൊക്കെ നമ്മള് നല്ല പോലീസുകാരായിട്ട് കാണുന്നവരാ. പോലീസിൽ നല്ലവര് ഭൂരിപക്ഷമുണ്ട്. പക്ഷെ ഇതുപോലുള്ള 1, 2, 4 പേര് കാണിക്കുന്ന തോന്നിവാസത്തിനാണ് ഈ സാധനം മൊത്തം ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത്. പക്ഷെ ഇതിനെ നിലയ്ക്ക് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ വലിയ ഭവിഷ്യത്തുകളുണ്ടാവും. ഇത് ക്രമസമാധാനത്തെ തന്നെ ബാധിക്കും. ജനങ്ങൾ ഇറങ്ങേണ്ടി വരും. ഇപ്പൊ തന്നെ ഇന്ന്
ഈ പ്രദേശം മൊത്തത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. ഇതിനെതിരെ ഒരു പ്രക്ഷോഭത്തിന് തന്നെ തയ്യാറായിരിക്കുകയാണ്. പോലീസ് ഇത്രയും മോശമായിട്ട് രാഷ്ട്രീയ ഭേദം ജാതിയൊന്നും ഇല്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്നലെ തൊട്ട് എനിക്ക് സപ്പോർട്ടുണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. ഇതൊരു ഒരു ജനകീയ പ്രശ്നമായിട്ട് മാറണം എന്നാണ് അവർ പറയുന്നത്. കാരണം ഇതിന്റെ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത്രത്തോളം പോലീസ് ഉപദ്രവിച്ചായിരുന്നോ? ആ വിഷ്വലിൽ കാണുന്നില്ലേ, എന്നെ പിടിക്കുന്നു, വലിക്കുന്നു, തെള്ളുന്നു, കൊങ്ങയ്ക്ക് പിടിക്കുന്നു, കഴുത്തിന് ഞെക്കുന്നു, ഇതൊക്കെ സംഭവിക്കുന്നു. അതൊന്നും ചെയ്തില്ല മാഡം, അതൊന്നും നമ്മൾ പറയാൻ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൂടല്ലേ. അങ്ങനെ വെള്ളം ചോദിച്ചപ്പോൾ മൂത്രം ഒഴിച്ച് കുടിക്കാൻ പറഞ്ഞ വനിതാ പോലീസാണോ? അതെ, വനിതാ പോലീസാണ് പറഞ്ഞത്. ഞാൻ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെള്ളം ഇല്ല, നിലവിൽ ആ ബാരലിൽ വെള്ളം ഇല്ല, ആ ക്യാനിൽ വെള്ളം ഇല്ല. ആ ക്യാനിനകത്ത് ഞാൻ വെള്ളം ഇല്ല എന്ന് പറയുമ്പോൾ പറഞ്ഞ് അടിയിൽ ചെറിയൊരു ക്യാൻ വെക്കുമല്ലോ വെള്ളം നമ്മൾ എടുക്കുന്നത്, അതിനകത്ത് ഒരു ശകലം അടിയിൽ കിടപ്പുണ്ട്, അതെടുത്ത് കുടിച്ചോളുന്നത്. ഞാൻ പറഞ്ഞു മാഡം അതിലില്ല. അത് ഞാൻ പിന്നെ ചരിച്ച് ഒഴിച്ച് ശകലം കുടിച്ച് അതിന് ദാഹം കൊണ്ടല്ല, എനിക്ക് നാവ് ഉണങ്ങി സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ വെള്ളം ഞാൻ എടുത്ത് കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം കിട്ടിയെന്ന് ഉപകാരം മാഡം ഒന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇവർ തിരിഞ്ഞു നടന്നെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എടുത്ത് കുടിച്ചാൽ മതിയെന്ന് പച്ചയ്ക്ക് പറഞ്ഞങ്ങനെ പോയി. ഞാൻ ഈ വിവരം അടുത്ത പോലീസ് കോൺസ്റ്റബിളിനോട് ഈ കാര്യം പറഞ്ഞു. മാഡം എന്നോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നീ ഞാൻ പറഞ്ഞത് അത് പ്രായമായ ഒരു സ്ത്രീയല്ലേ, അതൊരു സ്ത്രീയാണ്. എനിക്കും അമ്മയും സഹോദരിമാർ രണ്ടുണ്ട്, ഭാര്യയുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സഹവർത്തിക്കുന്നത് എന്ന് പറയുന്നത് ഇവരെയൊക്കെ. എനിക്ക് അമ്മ മരിച്ചു പോയെങ്കിൽ ഞാൻ ആ പ്രായത്തിലുള്ളവരെല്ലാം ഞാൻ ബഹുമാനത്തോടെ അമ്മായി പോലെ കാണുന്നത്. എനിക്ക് ഏതാണ്ട് അവർക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ 54-55 വയസ്സിനകത്തേ കാണത്തുള്ളൂ. എൻ്റെ മൂത്ത ഞങ്ങളെ പ്രായമുള്ളൂ. പക്ഷെ അവരെ പറയാൻ പാടില്ലാത്തതൊക്കെയാണ് പറഞ്ഞത്, വളരെ മോശമായിട്ടാണ്. ഞാൻ അവരോട് സംസാരിച്ചപ്പോഴും അവര് എന്തോ ധാർഷ്ട്യം, അഹങ്കാരം ഒക്കെ മൂത്ത് നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തോടൊപ്പം സപ്പോർട്ട് ചെയ്താണ് എല്ലാ കാര്യങ്ങളിലും അവരെല്ലാവരും സംസാരിക്കും. അതിൽ 1-2 പേര് മൗനം പാലിച്ച് മിണ്ടിയില്ല. പലർക്കും മനസ്സിലായത് തെറ്റായി പോയെന്ന്. അതുകൊണ്ട് 1-2 പേര് സ്റ്റേഷനിലെ പോലീസുകാർ ഒരു അക്ഷരം ഉണ്ടായിരുന്നു, കാരണം കാണിച്ചു പോയത് തെറ്റാണെന്ന്. അതുപോലെ GD ചാർജൊക്കെ മനസ്സിലാക്കി, കാരണം ഇതൊരു വള്ളിക്കെട്ടാണെന്ന് അവർ പരസ്പരം പറയുന്ന ആവശ്യമില്ലാത്തവരൊന്നും എടുത്തുകൊണ്ട് വരും. ഇതൊക്കെ വള്ളിക്കെട്ടാവുമെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നത്. കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയപ്പോൾ കേസ് അപ്പം നിലവിലില്ലാന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അതിനുമ്പേ മനസ്സിലായി. അത് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ട് വരുന്ന വഴിക്ക് തന്നെ അവർക്ക് മനസ്സിലായി. അപ്പൊ അത് പുള്ളിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നെ ആരെങ്കിലും വിളിപ്പിച്ചാൽ പറഞ്ഞു വിടുന്ന GDയോട് പറയാം. നേരത്തെ ഒത്തുതീർപ്പാക്കിയ കേസായിരുന്നു അല്ലേ കോടതി മുഖേന? കോടതിയിൽ ഇത് 2012 ഞങ്ങൾക്ക് സമയത്തൊക്കെ വന്ന് ഞങ്ങള് പോയി ജാമ്യമൊക്കെ എടുത്ത് നിന്ന് അത് കഴിഞ്ഞിട്ട് കോടതി 2 കൂട്ടരെ വെറുതെ വിട്ടു, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. കേസ് ക്ലോസ് ചെയ്തൊക്കെ ഇതാണ്. പോലീസ് ഇപ്പൊ നിലവിൽ എന്താ പറയുന്നത്? അവർക്ക് അറിയാതെ പറ്റി അങ്ങനെ അങ്ങനെയൊക്കെ പത്രക്കാരൊക്കെ പോയിരുന്നല്ലോ, അവരോടൊക്കെ പറയും. മാപ്പൊന്നും പറയുന്നില്ല, അവരുടെ ഭാഗം ന്യായീകരിച്ച് പറയുന്നു. എനിക്കിനി അതിനെ കുറിച്ച് അറിയില്ല. അബദ്ധം പറ്റിപ്പോയി അവർ സമ്മതിക്കുന്നുണ്ടോ? അതിനകത്ത് വീഴ്ച ഉണ്ടെന്ന് ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ച ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാം. അതെ. ഇനി അങ്ങനെയൊന്നും ഒരിക്കലും ഒരു വീട്ടിലും കയറി ഇതുപോലുള്ള നരനായിട്ട് നടത്താൻ പാടില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രതി ആയിരിക്കണം. അത്രയും തെറ്റ് ചെയ്ത് കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ഒരാളായിരിക്കണം. അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല, അതൊക്കെ ചെയ്യാം. പക്ഷെ എന്റെ വീട്ടിലും ഈ പറയുന്ന സമയത്ത് 12 മണി എന്നുള്ള 1 മണിക്കോ 2 മണിക്കോ പോലീസ് വന്നാലും എനിക്ക് പ്രശ്നമില്ല. വന്നിട്ട് അവരെ ആ ഒരു മര്യാദ പാലിച്ചിരുന്നെങ്കിലും ഞാൻ അവരുടെ കൂടെ ചെന്നേനെ. ഞാൻ അവരുടെ അടുത്ത് മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ, ചീത്ത പറഞ്ഞില്ല. എന്നെ ചീത്ത പറയുമ്പോഴും പിടിച്ചു തള്ളുമ്പോഴും കുട്ടികൾ ഇയാൾ അട്ടഹാസം കേട്ടിട്ട് കുട്ടികൾ പൊട്ടിക്കരയുമ്പോഴും നിലവിളിച്ച് പേടിച്ച് വരണ്ട് നിൽക്കുമ്പോഴും ഞാൻ അവരെ ചീത്ത പറഞ്ഞിട്ടില്ല, വഴക്ക് കൂടുന്നില്ല. അപ്പോൾ ഞാൻ ചെല്ലാം എന്ന് വെച്ചാൽ ഈ ഒരു ഇവിടുന്ന് ഒഴിവാട്ടെ, ഈ പോലീസുകാരായിട്ട് അങ്ങ് പോകണം, വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങണം. ആണ് കുട്ടികൾ വിഷമിച്ചാലും വിടില്ല. ഈ ഒരു ആക്രോശത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ വരാം ഞാൻ കൂടെ വരുവാണ് എന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത്. അല്ലാതെ ഞാൻ വരത്തില്ലെന്നല്ല പറഞ്ഞത്. എനിക്ക് ഡ്രസ്സ് മാറണം, ഞാൻ കയ്യിൽ ഉടുത്തിട്ടുള്ളൂ, എനിക്ക് ഡ്രസ്സ് വേണം, ഞാൻ അണ്ടർ ഗാർമെന്റ് ഇട്ടിട്ടില്ല, എനിക്ക് എൻ്റെ അടിവസ്ത്രം ഇല്ല, എനിക്ക് അത് ഇടണമെന്ന് പറയുമ്പോൾ അത് വേണ്ടാന്ന് അയാൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ഈ വേഷത്തിൽ കൊണ്ടുപോകും, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ഇവിടെ നിന്ന് മാറിയാൽ മതി. ഞാൻ പറഞ്ഞു ഇവിടെ കുട്ടികളും പെൺകുട്ടികളും എൻ്റെ മക്കളും നിൽക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കുതിരി പെട്ടെന്ന് ബാത്റൂമിലോട്ട് ഇതേടെ അടുത്ത് പോയി ഞാൻ ഡ്രസ്സ് മാറുന്നത്. അപ്പൊ ഇവിടെ നിന്ന് മാറാനാണ് പറയുന്നത്. ഇതൊക്കെ ഇവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇത് എല്ലാവരും നല്ല എന്താ പറയാ, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞവരാരും അങ്ങനെ തരം താഴ്ന്ന പണിക്ക് നിൽക്കില്ല. ഇതൊക്കെയാണ് അയാളുടെ നിലപാട്. ഇതൊക്കെയാണോ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് കാണുന്ന ഒരാളല്ല സച്ച്. അപ്പൊ അയാൾക്ക് പറ്റിയ ഒരു പണിയാണോ ഈ കാണിച്ചു കൂട്ടിയതല്ലേ? എന്റെ വീട്ടിൽ വരുന്നതിനോ എന്നെ വിളിക്കുന്നതിനോ കൊണ്ടുപോകുന്നതിനോ ഒരു തടസ്സമില്ല, അയാൾ വന്നോട്ടെ. പക്ഷെ അയാൾ ഈ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു.
എന്നോട് മര്യാദയ്ക്ക് പറയാം, അല്ലെ വൈഫിനോട് പറയാം, ഇടേ ഇങ്ങനൊരു ഇതുണ്ട്, സംശയമുണ്ട്, ഞങ്ങൾ കൊണ്ടുപോകാണ്, നിങ്ങൾ നാളെ അങ്ങോട്ട് രാവിലെ 10 മണിക്ക് അയാൾ പോലീസ് സ്റ്റേഷൻ ഒന്നും ചെയ്യത്തില്ല, അവിടെ ഇരുത്തേക്കാം. അതൊക്കെയല്ലേ നല്ല മക്കൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇതാണത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഒരു ഏതോ തീവ്രവാദികളെ കൊണ്ടുപോകുന്നതിൽ, ഏതോ കൊലക്കേസിലെ പ്രതി പിടികിട്ട പുള്ളിയെ കൊണ്ടുപോകുന്നതിലൊക്കെ എന്നെ കൊണ്ടുപോകേണ്ട ആവശ്യം. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ഓക്കെ.